മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ പറഞ്ഞ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ശിവശങ്കരൻ മനുവിനെയും വിളിച്ച് മാറ്റി നിർത്തി മനുവിനോടായി ഈ വിവരങ്ങളെല്ലാം പറയുകയാണ്. മനു പറയുന്നുണ്ട്, അച്ഛനത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതേപോലെ തന്നെ ബാലചന്ദ്രൻ അങ്കിളും ഒന്നും അറിയാതെയൊന്നുമല്ല അച്ഛനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. അച്ഛനിത് നടപ്പിലാക്കണമെന്ന് അദ്ദേഹത്തിനൊരു വാശിയുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ അച്ഛനൊക്കെ ചെയ്ത പോലെ അദ്ദേഹം ഒരിക്കലും നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് ഒരു മനോവിഷമമുണ്ട്, അദ്ദേഹം ചെയ്തത് തെറ്റായിപ്പോയോ എന്ന്. അലീനയെ കണ്ടെത്തി അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അങ്കിള് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി മറിയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അച്ഛനെ അറിയാത്തൊരു സത്യം കൂടി ഞാൻ പറയാം. ഞാൻ ഇന്നലെ അലീനയെ കാണാൻ ചെന്നപ്പോൾ അവിടെ ആ സ്റ്റാൻലി എന്ന് പറയുന്ന അലീനയുടെ പപ്പ എന്നോട് വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ആ വിഷമത്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ച് ബാലചന്ദ്രൻ അങ്കിളിനോട് പറയുകയും ചെയ്തു. ആ വിഷമം കൊണ്ട് തന്നെയാണ് അങ്കിളിന് ഇപ്പോൾ ഈ അസുഖം വരാനുണ്ടായ കാരണവും. അതായത് അദ്ദേഹം കിടക്കുന്ന അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഈ മനു ആണെന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു വരുന്നത്. ഇത് കേൾക്കുന്ന ശിവൻ മനുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു മനു, നീ എന്താണ് ഈ പറയുന്നത്? നീ ഒന്ന് പതുക്കെ പറഞ്ഞേ, എന്താ സംഭവിച്ചത്? അച്ഛാ, ഞാൻ ഇന്നലെ അലീനയെ കാണാനായി അലീനയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവളുടെ പപ്പ എന്നോട് വളരെ മോശമായി പെരുമാറി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. നമ്മളുടെ കൈകളിലുണ്ടായിരുന്ന അലീനയെ നമ്മുടെ അങ്കിള് തന്നെയാണല്ലോ എല്ലാവരിൽ നിന്നും അവളെ അങ്ങ് മാറ്റി നിർത്തിയത്. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കൊന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മനു പറയുകയാണ്. ഇത് കേൾക്കുന്ന ശിവശങ്കരൻ പറയുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടിയും വാശി തീർക്കാനാണോ എന്നോട് ബാലചന്ദ്രൻ സ്റ്റാൻലിയെ പോയി കാണണമെന്ന് ഈ പറയുന്നത്? അതുകൊണ്ടൊന്നുമല്ല അച്ഛാ. അത് പണ്ട് നിങ്ങൾ ആ സ്റ്റാൻലി എന്ന് പറയുന്ന മനുഷ്യനോട് ചെയ്ത ക്രൂരതകളുണ്ടല്ലോ, അതിനും കൂടി ഒരു പ്രായശ്ചിത്തമായിട്ട് തന്നെയാണ്. എല്ലാവരോടും ചെയ്ത ക്രൂരതകൾക്ക് പ്രായശ്ചിത്തം തീർപ്പിക്കാൻ മാത്രം ബാലചന്ദ്രൻ ആരാണെന്നാണ് അയാളുടെ വിചാരം എന്ന് പറഞ്ഞ് ശിവശങ്കരൻ ദേഷ്യപ്പെട്ടപ്പോൾ മനു പറയുന്നുണ്ട്, നിക്കച്ച, ഒരു പൊടിക്കൊന്നടങ്ങ്, ഞാൻ പറയുന്നത് ഒന്ന് മുഴുവിപ്പിച്ചോട്ടെ. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കുകയാണോ? നിങ്ങളെല്ലാവരും കൂടി വൈജയന്തി മേഡത്തിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ എല്ലാം തീർന്നുവെന്നായിരുന്നോ നിങ്ങൾ വിചാരിച്ചത്? അതിനു മുമ്പ് ആ സ്റ്റാൻലിയോടും അദ്ദേഹത്തിൻ്റെ കസിനായ ആ ജോസഫിനോടും ചെയ്ത ക്രൂരതയ്ക്കൊക്കെ ആര് സമാധാനം പറയും? ഇത് കേൾക്കുന്ന ശിവശങ്കരൻ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ശിവശങ്കരൻ മനുവിനോട് പറയുന്നുണ്ട്, മനു, നമ്മുടെ കുടുംബം തകർന്നു പോകുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നീ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാരണവശാലും സ്റ്റാൻലിയെ പോയി കാണാനോ നിനക്ക് വേണ്ടിയിട്ട് അയാളുടെ മകളെ വിവാഹം ആലോചിക്കാനൊന്നും എന്നെക്കൊണ്ട് ഒരു കാരണവശാലും നടക്കില്ല. ICUവിൽ കിടക്കുന്ന ആ ബാലചന്ദ്രന് ഇനി എൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും കേട്ടിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ആ മുറിയിൽ നിന്നും ഇപ്പോൾ തൽക്കാലം ഇറങ്ങിപ്പോകുന്നത്. ഒരു കാരണവശാലും സ്റ്റാൻലിയുടെ കാല് പിടിക്കാൻ ഈ ശിവശങ്കരൻ പോകുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. അലീന ഇപ്പോൾ ഇവിടെയുണ്ട്. അവളെ ഇനി പറഞ്ഞു വിടാതിരിക്കാമെന്നുള്ളത് നിൻ്റെ മാത്രം തീരുമാനമാക്കാം. അതിനും ഈ ശിവശങ്കരൻ കൂട്ടു നിൽക്കാം. എങ്കിലും അലീനയെ നിനക്ക് വിവാഹം കഴിച്ചു തരണമെങ്കിൽ സ്റ്റാൻലിയുടെ പോയി സംസാരിക്കണമെന്ന് പറയുന്ന തീരുമാനത്തോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. അതിനെന്നൊരാളും നിർബന്ധിക്കില്ല, രാജീവനോ ഗംഗേട്ടനോ ആരും തന്നെ. അതെ, അത് തന്നെയാണ് അച്ഛാ ഞാനും പറഞ്ഞു വരുന്നത്. എനിക്കിനി ഗംഗേട്ടൻ എന്ന് പറയുന്ന എൻ്റെ വല്യച്ഛനെയും കൂടി ഒന്ന് കാണണം. അദ്ദേഹവും ഈ പറയുന്ന ആക്സിഡൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടോയെന്നൊന്ന് അറിയണം. ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു പട്ടാളക്കാരൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എനിക്കറിയണം ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ. ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നതിന് ശേഷം അലീന എന്നെ വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അലീന എന്നോട് പറഞ്ഞത്. കാരണം എന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്നതിൻ്റെ പേരിൽ അലീന അവളുടെ പപ്പയോട് സംസാരിച്ചപ്പോൾ
അദ്ദേഹം അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ അങ്ങനെ ഒരു ആക്സിഡൻറ്റിൻ്റെയും കൊലപാതക ശ്രമത്തിൻ്റെയും കഥ പറഞ്ഞതെന്ന് എനിക്കെൻ്റെ ഗംഗാധരൻ വെല്ലിച്ചൻ്റെ വായിൽ നിന്നും തന്നെ കേൾക്കണം അച്ഛാ എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, എന്തിനാണ് മനു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? നിങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഹരിയും മറ്റുള്ള കുട്ടികളൊക്കെ ജനിക്കുന്നതിനേക്കാളും മുമ്പ് നടന്ന കാര്യങ്ങളാണ് നീയിപ്പോൾ ഈ കുത്തിപ്പൊക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ബാലചന്ദ്രൻ്റെ ഒപ്പം കൂടിക്കോളൂ, അതിനൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. ഞാനും ആഗ്രഹിക്കുന്നത് നീ ബാലചന്ദ്രന് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നാണ്. കാരണം എനിക്കുണ്ട് വിഷമം, അയാളെ ഒരു കാലത്ത് ഞങ്ങൾ ചതിച്ചല്ലോ എന്നതിൻ്റെ പേരിൽ. അതിന് ഒരു പ്രായശ്ചിത്തമായിട്ട് നീ അയാൾക്കൊപ്പം കൂടുന്നതിനോ അയാളുടെ മകളെ വിവാഹം കഴിക്കുന്നതിനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ ബാലചന്ദ്രൻ പറഞ്ഞത് മാത്രം എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. പിന്നെ നീ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞു, ബാലചന്ദ്രനെ നോക്കാൻ ഇവിടെ അലീനയുണ്ട്, വൈജയുമായി എന്നോട് ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ. അതും വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷേ നീയോ അലീനയോ ബാലചന്ദ്രനെ പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിക്കുക തന്നെ വേണം. പിന്നീട് ഒരിക്കൽ ബാലചന്ദ്രൻ ഇതേ കാര്യം എന്നോട് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. അതല്ല, അലീനയുടെ സ്ഥാനത്ത് ബാലചന്ദ്രൻ നിന്നുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ബാലചന്ദ്രനോട് ചോദിക്കാം, തൻ്റെ മൂത്ത മകളെ എൻ്റെ മകന് വേണ്ടി വിവാഹം കഴിപ്പിച്ച് തരുമോ എന്ന്. അതിനും ഞാൻ തയ്യാറാണ്. പക്ഷേ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആ കൊടും ക്രൂരനോട് ചെന്ന് സംസാരിക്കാൻ മാത്രം നിങ്ങൾ ആരും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ നേരത്താണ് അവിടെ നിന്നും വൈജയന്തി നടന്നു വരുന്നത് ശിവശങ്കരൻ കാണുന്നത്. തിരിഞ്ഞ് മനുവിനോട് തന്നെ പറയാണ്, ഈ സ്റ്റാൻലിയുടെ പേരും സ്റ്റാൻലിയുടെ സംസാരവും ഒന്നും വരുന്നവൾ കേൾക്കാൻ നിൽക്കണ്ട. പിന്നെ അത് മതി ഈ ഹോസ്പിറ്റൽ അവൾ തിരിച്ചു വയ്ക്കാൻ, അല്ലെങ്കിലേ സമാധാനമില്ലാണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വൈജയുടെ അരികിലേക്ക് നടന്ന് ചെല്ലാണ് ശിവശങ്കരൻ. വൈജ അപ്പോൾ ശിവശങ്കരനോടായി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശിവേട്ടാ? അകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളൊക്കെ ഈ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാണ്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? അതോ ഇനി ശിവേട്ടനോട് ബാലചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോ? അതിനെക്കുറിച്ചാണോ ഈ ചർച്ച? എന്നോട് സംസാരിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ വൈജയ്, എന്തായാലും നിന്നെക്കുറിച്ചൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. അത് കൊള്ളാം. അയാൾ ഇനി എന്നെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ? ഒരു പട്ടിയുടെ വില പോലും എനിക്ക് തരാത്ത മനുഷ്യൻ. എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു പേടിയൊന്നുമില്ല. നിങ്ങളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ വേണ്ട, ഇനി എൻ്റെ നാവിൽ നിന്നും ഞാനത് പറഞ്ഞെന്നും പറഞ്ഞ് അടുത്ത കൊടുവാളെടുക്കാൻ നിങ്ങളാരും നിൽക്കണ്ട എന്ന് പറയുകയാണ്. ശിവശങ്കരൻ വൈജയോടായി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ വൈജയ്? ഞാൻ പോന്നിട്ടിനി അത് പറഞ്ഞുണ്ടാക്കാനല്ലേ? ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അവൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി കുടുംബത്ത് പോയി എന്നൊക്കെ. ഞാൻ എന്തായാലും പോരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിക്കോളാം. വേണ്ട, നീ എൻ്റെ കൂടെ പോന്നാൽ മതി. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ICU കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പുറത്തിരുന്ന് ഒന്നും ചെയ്യാനില്ല. ഇവിടെ മനുവും അലീനയും കൂടി നിന്നോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാലോ. എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് പോയവൾ തിരിച്ചു വന്നിട്ട് കാവലാളായി നിൽക്കാനോ? അതോ ശിവേട്ടനോട് ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, അവന് കിന്നരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിർത്തി പോകുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ വെച്ചോ. അവൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അവൻ മുന്നേ കൊട്ടിഘോഷിച്ച് നടക്കുന്നതാണ്. അതെന്തായാലും ഇനി ആർക്കും തകർക്കാനും എതിർക്കാനും ഒന്നും കഴിയൂല. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടന്നോട്ടെ. അതിനിപ്പോൾ നിനക്കെന്താ കുഴപ്പം? ശിവശങ്കരൻ്റെ നാവിൽ നിന്നും പിന്നെ അങ്ങനെയുള്ള ആ വാക്ക് കേട്ടപ്പോൾ വൈജയ്ക്ക് തിരിച്ച് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വൈജ ശിവശങ്കരനോടായി ചോദിക്കുകയാണ്, അപ്പോൾ ശിവേട്ടനും ഇതിനൊക്കെ കൂട്ടു നിൽക്കാതെ ഇപ്പം എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവൻ പ്രായപൂർത്തിയായൊരു പുരുഷനാണ്. ആ പെൺകുട്ടിയും പ്രായപൂർത്തി തികഞ്ഞതാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നിയമമൊക്കെ അവരുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ. പിന്നെ ഒന്നുമില്ലാത്ത ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം വൈജയ്? നീ എന്തായാലും കൂടുതൽ നിന്നും വർത്തമാനം പറയാതെ എൻ്റെ കൂടെ വരാൻ നോക്ക്. നമുക്കെന്തായാലും കൊല്ലപ്പള്ളിക്ക് തന്നെ പോകാം. നമുക്ക് നാളെ രാവിലെ വരാം. ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ്റെ
വായിൽ നിന്നും ഉത്തരവുണ്ടായിട്ടുണ്ടാവും വൈജയന്തിയെ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന്. ശിവേട്ടനും പിന്നെ അയാൾക്ക് ഒത്താശ ചെയ്ത് ദേവദാസി ചെയ്ത് നടക്കുന്ന ആളാണല്ലോ. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അല്ല, ഇനിയിപ്പോൾ എൻ്റെ മക്കളെയും ഇവിടെ നിന്ന് ഒഴിവാക്കി തരണോ? അതും കൂടി ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. നീ ചെന്ന് വിളിച്ചു നോക്ക്, നിൻ്റെ മക്കൾ കൂടെ പോരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ശിവേട്ടൻ അല്പം അഹങ്കാരത്തോടു കൂടി തന്നെ പറയുകയാണ്. വൈജയ്ക്ക് എല്ലാവരുടെ മുമ്പിലും വായടച്ച് നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. കാരണം വൈജയ്ക്ക് ഉറപ്പായിരുന്നു, വൈജ ചെന്ന് പറഞ്ഞാലൊന്നും വൈജയുടെ കൂടെ തൻ്റെ മക്കൾ ഇറങ്ങി പോരില്ലാന്ന്. എങ്കിലും വൈജ ചെന്ന് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ രോഹിത്തെ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിലേക്കല്ല, ഞാൻ കൊല്ലപ്പള്ളിക്ക് അങ്കിളിനൊപ്പമാണ് പോകുന്നത്. രാത്രിയാകുമ്പോൾ നിൻ്റെ അച്ഛനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് എങ്ങാനും പോകുന്നുണ്ടോ അതോ കൊല്ലപ്പള്ളിയിലേക്ക് വരുമോ? എന്തായാലും അമ്മ ഇപ്പം ഈ ചെയ്യാൻ പോകുന്നതേ വലിയൊരു കാര്യമാണ്. അമ്മ മര്യാദക്ക് ശിവങ്കലിനിട്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കൊല്ലപ്പള്ളിക്ക് പോകണോ നെടുമ്പുരയ്ക്കലേക്ക് വേണോ എന്നുള്ളതേ അച്ഛനെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം അച്ഛനോട് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അമ്മ ഇപ്പം എന്തായാലും അങ്കിളിനൊപ്പം പോവാൻ നിൽക്കല്ലേ, അമ്മ പൊയ്ക്കോളൂ, ഞങ്ങൾ അമ്മയെ വിളിച്ചോളാം. ഇടയ്ക്ക് രോഹിത്തിനോട് സംസാരിക്കുമ്പോഴും വൈജ അലീനയെ നോക്കുന്നുണ്ടായിരുന്നു. അലീന എന്നാൽ അതൊന്നും കണ്ട ഭാവമേ നടിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ശിവശങ്കരൻ വന്ന് വൈജയെ വിളിക്കുന്നുണ്ട്. വാ വൈജ, നമുക്കെന്തായാലും ഇറങ്ങാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം വൈജയന്തി മനുവിനോട് ചെന്ന് പറയുന്നുണ്ട്, അതേ എന്നെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞാനിപ്പം അങ്ങ് തീർത്ത് തന്നേക്കാം. ഇനി നീയും നിൻ്റെ അങ്കിളും നിങ്ങളുടെ അലീനയും കൂടി എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഇനി നിനക്ക് ബുദ്ധിമുട്ട് ആ നിൽക്കുന്ന 3 എണ്ണവും കൂടി ഉണ്ടെങ്കിൽ നീ തന്നെ പറഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിവാക്കിയേക്ക്. മനു തീരെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആയിക്കോട്ടെ, എന്തായാലും ആൻറ്റിയായിട്ട് ആൻറ്റീനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങോട്ട് ഒഴിവാക്കി തരുന്നുണ്ടല്ലോ, ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും ആയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് മനു രോഹിത്തിൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. ഇതേ സമയത്ത് അവർ 2 പേരും കാറിനടുത്തേക്ക് പോകുന്നുണ്ട്. 2 പേരും കൂടി കൊല്ലപ്പള്ളിയിലേക്കുള്ള യാത്ര തിരിച്ചു. രോഹിത്ത് മനുവിനോടായി ചോദിക്കുന്നുണ്ട്, എന്താണ് മനുവേട്ടാ അവിടെ അച്ഛനും അങ്കിളും തമ്മിൽ ഒരു സ്വകാര്യം പറച്ചിൽ? അത് അച്ഛൻ നൈസായിട്ട് എൻ്റെ അച്ഛനിട്ടൊരു പണി കൊടുത്തതാ. ആര്? എൻ്റെ അച്ഛനോ? അതേടാ, ബാലചന്ദ്രൻ അങ്കിള് നമ്മുടെ ശിവനങ്കിളുണ്ടല്ലോ നിൻ്റെ അങ്കിളിനോട് സ്റ്റാൻലിയെ പോയി കണ്ടിട്ട് അലീനയെ എനിക്ക് വേണ്ടി വിവാഹം കഴിച്ചു തരുമോ എന്ന് ആലോചിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, അത് പറഞ്ഞുകൊണ്ട് ശിവനങ്കിള് ആ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കാലെടുത്ത് കുത്തിയാലുണ്ടല്ലോ, അവിടെയുള്ള നായ്ക്കളെ മനുവേട്ടൻ കണ്ടതല്ലേ, കടിച്ച് കീറി വലിക്കും. കാരണം ആ മനസ്സ് മുഴുവൻ കൊല്ലപ്പള്ളിക്കാരെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട്. അതൊക്കെ അദ്ദേഹം ഒരു വിരൽ ഞൊടിച്ചാൽ മതി, ആ പട്ടികളുണ്ടല്ലോ അവിടെയുള്ള ഐറ്റങ്ങൾ തീർത്തോളും എല്ലാത്തിൻ്റെ കഥ. ദൈവത്തെ ഓർത്ത് ശിവനങ്കിളിനെ ആ വഴിക്കൊന്നും വിട്ടേക്കല്ലേ കേട്ടോ മനുവേട്ടാ. വിടണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാൻ, അച്ഛനെ കൊണ്ടുപോയി അവിടെ ഇട്ടാലും അച്ഛൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പോരുമെന്ന് പറഞ്ഞ പോലെയുള്ള കഥകളാണ്. അവരൊക്കെ പണ്ട് കാലത്ത് എന്തൊക്കെയാണ് രോഹിത്തെ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പോരുന്ന വഴിയിൽ അവിടെയുണ്ടായ അനുഭവങ്ങളൊക്കെ വിളിച്ച് അലീനയോട് പറഞ്ഞപ്പോൾ മാത്രമാണ് അലീന എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു കാര്യം ചിന്തിക്കാനല്ലേ ഉള്ളൂ. ഞാനിതിലൊന്നിലും ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു പക്ഷേ ഞാനന്ന് വളരെ പൊടിക്കുഞ്ഞായിരിക്കില്ലേ. എന്നോട് എന്തിനാണ് ഈ വക ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവർ കൊണ്ടു നടക്കുന്നത്? ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ അത്യാവശ്യം വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ ഉള്ള വ്യക്തിയല്ലേ. അദ്ദേഹത്തിന് എന്താണ് അതൊന്നും ചിന്തിക്കാൻ കഴിയാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് മനു പറയുന്നുണ്ട്. ഇതേസമയം രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ചെന്നപ്പോൾ എന്നോട് വലിയ സ്നേഹമായിരുന്നു കേട്ടോ മനുവേട്ടാ. ചെന്ന സമയത്ത് ഒരു മൂശാട്ട സ്വഭാവമായിരുന്നു. ചെന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റം വന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും വളരെ ഒരു കൂട്ടുകാരൻ എന്ന രീതിയിലായി പെരുമാറ്റമൊക്കെ. പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹം പറഞ്ഞു. എൻ്റെ അമ്മയാണ് വൈജ എന്ന് പോലും അദ്ദേഹം ഒരുപക്ഷെ ചിന്തിക്കാതെയായിരുന്നു അവരുടെ പ്രണയകഥകളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
ചില സമയത്ത് എനിക്ക് തന്നെ വല്ലാത്തൊരു ചമ്മലോ അങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്തു. കാരണം അമ്മയുടെ പഴയ കാമുകൻ, അമ്മയും അയാളും തമ്മിലുള്ള പ്രണയഗാഥമൊക്കെ മകനോട് പറയുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് എന്നാൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം കൊല്ലപ്പള്ളിക്കാർ ചെയ്ത ക്രൂരതകളും അച്ഛൻ ചെയ്ത നന്മയും അതൊക്കെ എന്നോട് പറഞ്ഞു. അച്ഛനോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ആ റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നോട് വളരെ മാന്യമായി പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അതാണടാ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? പണ്ടുള്ളവർ ചെയ്തു വയ്ക്കുന്നതാണല്ലോ മക്കൾ അനുഭവിക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ബാലചന്ദ്രൻ അങ്കിൾ ഒരു നീക്കുപോക്കുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബാലചന്ദ്രൻ അങ്കിൾ എൻ്റെ അച്ഛനെയോ ഗംഗാധര വല്യച്ഛനെയോ അവിടേക്ക് എത്തിക്കും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും ദേഷ്യം രാജീവനോടാണ്. അതും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് മനുവേട്ടാ എന്ന് രോഹിത്ത് മനുവിനോട് പറയുന്നുണ്ട്. എന്തായാലും രോഹിത്തെ, നമ്മൾക്ക് കാണാനും കേൾക്കാനുമായിട്ട് ഒരുപാട് കഥകൾ പിന്നീട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അലീന വന്നില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ പോയിരിക്കുക എന്ന്. ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രോഹിത്ത് പറയുന്നുണ്ട്, എന്നിട്ടും അലീന ചേച്ചിക്കാണ് കുറ്റം അല്ലേ മനുവേട്ടാ? ഒരു തറവാടിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അവരുടെ കുടുംബമഹിമ പൊക്കി കൊണ്ടുവന്നിട്ടും അവർ ഒന്ന് പ്രശംസിക്കുക പോലും ചെയ്യാതെ ആ പാവം സ്ത്രീയെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നതെന്ന് രണ്ടുപേരും കൂടി പറഞ്ഞ് ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താണ് രണ്ടുപേരും കൂടി വല്ലാത്തൊരു തമാശ പറയലും ചിരിയൊക്കെ? ഹേയ്, ഞങ്ങളെ നമ്മുടെ കുടുംബക്കാരെ പറ്റി പറയുമായിരുന്നു. അതെന്താ കുടുംബക്കാരെ പറ്റി ഇത്രയ്ക്ക് പറയാൻ? ഒന്നുമില്ല, നല്ല കുടുംബക്കാരാണല്ലോ എന്ന് പറഞ്ഞതാ. ഓ, അതായിരുന്നോ? എന്തായാലും രാവിലെ കണ്ടവരല്ല. രോഹിത്തിൻ്റെയൊക്കെ മുഖത്ത് ഒരു വെട്ടം വെച്ചിട്ടുണ്ടെന്ന് അലീന പറയാണ്. ഇതേ സമയത്ത് നേഴ്സ് വന്ന് പറയുന്നുണ്ട്, ICUവിൽ നിന്നും 104 നമ്പർ റൂമിലേക്കാണ് കേട്ടോ ബാലചന്ദ്രനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ആ റൂം നമ്പറിലേക്ക് പൊയ്ക്കോളൂ. 2nd ഫ്ലോറിലാണ് ആ റൂം ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പം അച്ഛനെയോ? അച്ഛനെ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചോളാം, ഇപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റൂമിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും കൃഷ്ണമോളും ബബിതയും രോഹിത്തും മനുവും കൂടി ലിഫ്റ്റ് കയറി അവർ ആ റൂം നമ്പറിലേക്ക് പോവുകയാണ്. അവർ ആ റൂമിലിരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അലീനയുമായിട്ട് ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഒരു ഹെൽപ്പറും കൂടി ബാലചന്ദ്രനുമായി മുറിയിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രൻ അവരെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, അത് ശരി, എന്നെ വരവേൽക്കാനായി റൂമിലേക്ക് നേരത്തെ തന്നെ എത്തിയോ എന്ന്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട്, അത് നേഴ്സ് വന്ന് പറഞ്ഞതാണ് അച്ഛാ, അച്ഛനെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരും, ഞങ്ങളോട് മുറിയിലേക്ക് പോയിക്കോളാൻ. അങ്ങനെയാണോ? അല്ല, എന്തേ നിങ്ങളുടെ മമ്മി? അമ്മ അങ്കിളുമായി പോയി, നാളെ രാവിലെ വരാമെന്നാണ് പറഞ്ഞത്. ദൈവമേ, ആ ഡോക്ടറോടൊന്ന് പറഞ്ഞു വെച്ചേക്ക് നാളെ രാവിലെ എന്നെ ICUവിൽ തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നേഴ്സ് ബാലചന്ദ്രനെ വാൺ ചെയ്തു, ഇങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല സർ, ഒരു അല്പമെങ്കിലും ഒന്ന് റെസ്റ്റ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല, രാവിലെ വന്ന ഞാനാണോ ഇപ്പോൾ കിടക്കുന്നത്? അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടല്ലോ എന്നുകൂടി ആ നേഴ്സ് പറയുകയാണ്. അപ്പോൾ അലീന ബാലചന്ദ്രൻ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഒന്ന് പറയുന്നത് കേൾക്ക്, മിണ്ടാതിരിക്കുന്ന്. അലീനയോടായി ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനം കിട്ടിയെന്ന്. അങ്ങനെ നേഴ്സും കൂടെ വന്ന ഹെൽപ്പറും ആ റൂം വിട്ട് പുറത്തേക്ക് പോയി അവരോടായി പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഈ റൂമിൽ നിൽക്കരുത് കേട്ടോ, ആരെങ്കിലും 1-2 ആൾ മാത്രം നിന്നാൽ മതി, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വന്ന് ഞങ്ങളെ വിളിക്കണമെന്നൊക്കെ. കുറച്ച് സമയം ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടി അച്ഛനുമായി സംസാരിച്ചൊക്കെ നിന്നു.
അതേസമയം രോഹിത്തിനോടായിട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ എന്തായാലും അലീന മാത്രം നിന്നാൽ മതിയല്ലോ മക്കളെ, വേറെ ആരും വേണമെന്നില്ല. നിങ്ങളെന്തായാലും വീട്ടിലേക്ക് പോവാൻ നോക്കിക്കോ. മനു എങ്ങനെയാ, നീ കൊണ്ടുപോയി ആക്കി കൊടുക്കുമോ അവരെ? ഇല്ലങ്ങളെ, ഇന്നത്തെ ദിവസം എന്തായാലും ഞാനും ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. രോഹിത്ത് കൃഷ്ണമോളെയും ബബിതയെയും കൂട്ടി ഒരു ഊബറെങ്ങാനും ബുക്ക് ചെയ്ത് അവർ വീട്ടിൽ പോയിക്കോളും അല്ലേ രോഹിത്തെ എന്ന് മനു ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതേ മനുവേട്ടാ, ഞങ്ങളിവിടെ നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി വീട്ടിൽ പോയിക്കോളാം. ഞങ്ങൾ രാവിലെ തന്നെ വരാം. രാവിലെ തന്നെ ഒന്നും വരണ്ടടാ, ഇനിയിപ്പോൾ ഇവിടെ എന്താ ആവശ്യം, ഇവിടെ അലീനയുണ്ടല്ലോ എന്ന് ഒരിക്കൽ കൂടി ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതെ അതെ, ഇവിടെ വരെ ഹോസ്പിറ്റൽ വരെ എത്തിക്കാനേ ഈ ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അലീനയുണ്ടല്ലോ എന്ന്. കൊള്ളാം, എല്ലാവരും കണക്ക് തന്നെ എന്ന് രോഹിത്ത് പറയുകയാണ്. ഇതേസമയം ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ, നീ എന്നെ ജീവനോടുകൂടി ഇവിടെ എത്തിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ അലീനയൊക്കെ കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അലീന തന്നെ നോക്കിക്കോളൂന്ന്. ഇത് കേൾക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, മനസ്സിലാവായികൊന്നുമില്ല. അവർ 3 പേരും ബാലചന്ദ്രനോടും മനുവിനോടും അലീനയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പായി രോഹിത്ത് മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ, രാത്രിക്കൽക്കേക്കുള്ള ഭക്ഷണം അതെങ്ങനെയാണ് നിങ്ങൾക്ക്? അതിവിടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാടാ. നിങ്ങളെന്തായാലും പോകാൻ നോക്ക്. വീട്ടിൽ ചെന്നാൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് പോകണം കേട്ടോ എന്നുകൂടി മനു പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, മനുവേട്ടാ, രാത്രിക്കൽക്കുള്ള ഫുഡൊന്നും വീട്ടിലുണ്ടാവില്ല. ഞങ്ങളെന്തെങ്കിലും വാങ്ങിച്ചിട്ട് തന്നെ പോയിക്കോളാം. മനുവേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്കണേന്ന് ബബിതയും പറയുകയാണ്. അങ്ങനെ 3 അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ച് ബാലചന്ദ്രൻ്റെ അരികിലായി വന്നിരിക്കുകയാണ് അലീനയും മനുവിനെയും മാറി മാറി നോക്കിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ശിവശങ്കരൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന്. മനു ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കാണുമ്പോൾ ബാലചന്ദ്രന് മനസ്സിലായി മനുവിനോടായി എല്ലാ കാര്യങ്ങളും ശിവശങ്കരൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അലീന 2 പേരുടെയും മുഖത്ത് മാറി മാറി നോക്കുകയാണ്. അലീനയുടെ മുഖഭാവം കണ്ടപ്പോൾ ബാലചന്ദ്രന് മനസ്സിലായി അലീനയൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ബാലചന്ദ്രൻ അലീനയോടായി പറഞ്ഞു, നിങ്ങളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ഞാൻ ശിവശങ്കരനുമായി സംസാരിച്ചിരുന്നു, അതിനെപ്പറ്റിയാണ് ചോദിച്ചതെന്ന്. അപ്പോൾ അലീന പറയാണ്, അത് ശരി, ഈ ICU റൂമിൽ കിടന്നിട്ട് അച്ഛനെ അളിയനോട് സംസാരിക്കാനുണ്ടായ ഒരു കാര്യം കല്യാണാലോചനയാണോ? കഷ്ടമുണ്ട് അച്ഛാ, ആരും കേൾക്കണ്ട ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അച്ഛൻ എന്താ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും സമയമില്ലാഞ്ഞിട്ടാ? കൊള്ളാം, ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അച്ഛൻ്റെ ചില നേരത്തെ പ്രവർത്തികൾ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് അലീന പറയുന്നുണ്ട്. അലീനയോട് ബാലചന്ദ്രൻ പറയാണ്, അങ്ങനെ എല്ലടി മോളെ, അതെ, അതിൻ്റേതായ സമയത്ത് വേണം എല്ലാ കാര്യങ്ങളും നടക്കാൻ. നീ നോക്കിക്കോ, ശിവശങ്കരനെ ഞാൻ സ്റ്റാൻലിയുടെ മുമ്പിലെത്തിക്കും. സ്റ്റാൻലിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോടൊക്കെ സംസാരിക്കാനും പറയാനുണ്ട്. അതൊക്കെ സ്റ്റാൻലിയുടെ മനസ്സിലുള്ളതൊക്കെ ശിവശങ്കരനോട് പറയിപ്പിച്ചിട്ട് തന്നെ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോൾ അലീന ആകെ ഞെട്ടിയിരിക്കുകയാണ്. അച്ഛൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ആയിരുന്നോ എന്ന്. മനുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു റിയാക്ഷനും ഇല്ലാതെ കണ്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി മനുവേട്ടൻ ഇതിനു മുമ്പേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ബാലചന്ദ്രനും ശിവശങ്കരനും തമ്മിലുള്ള സംസാരം എല്ലാം തന്നെ വന്ന് ശിവശങ്കരൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അലീനയ്ക്ക് ഉറപ്പായി. അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടനും ഇതിനൊക്കെ കൂട്ട് നിൽക്കുകയാണോ എന്ന്. മറുപടിയായി മനു അലീനയോട് പറയുന്നുണ്ട്, ഞാൻ കൂട്ടു നിൽക്കുന്നില്ല അലീന, പക്ഷേ എന്നായാലും ചെയ്ത പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി തീർത്ത് വെക്കുന്നത് എത്രയും നല്ലത് തന്നെയാണെന്ന് മനു ഒരു വാശിയോടെ പറയുകയാണ്. മനുവേട്ടാ, വേണ്ടാത്ത കാര്യത്തിനൊന്നും നിൽക്കല്ലേ. നിങ്ങളാരും ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങളൊക്കെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളോട് ഞാൻ എങ്ങനെയാ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് അലീന പറയുന്നത് കേട്ടിട്ട് ബാലചന്ദ്രനും മനുവും അലീനയെ അതിശയത്തോടു കൂടി നോക്കുകയാണ്.
തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണേ. ശുഭരാത്രി കൂട്ടുകാരെ.